തിരുവനന്തപുരം കിളിമാനൂരിൽ കുടിപ്പകയുടെ പേരിൽ വിദ്യാർത്ഥിനിക്കെതിരെ അധ്യാപിക വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക്. അധ്യാപികയെ പ്രതിയാക്കി കിളിമാനൂർ പോലീസ് ഇന്ന് പോക്സോ കേസ് എടുത്തിരുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു. ഷബീദ്, എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഗൗരവമായ ഒരു സംഭവമായി പോലീസ് ഇതിനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയാണ് 24 ഈ വാർത്ത, അതായത് ഈ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയുടെ പേരിൽ വിദ്യാർത്ഥിനിക്കെതിരെ ഒരു അധ്യാപിക മറ്റൊരു അധ്യാപകനെ ചേർത്ത അധ്യാപകൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നടക്കം വ്യാജ പ്രചരണം നടത്തി. അത് കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയെന്നുള്ള വാർത്ത ഇന്നലെയാണ് 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലുണ്ടായി. ഇന്ന് രാവിലെ പോലീസ് ഈ വിഷയത്തിൽ ആക്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ നീക്കം. കിളിമാനൂർ പോലീസാണ് ഈ അധ്യാപികയെ പ്രതിയാക്കി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ SC/ST അതിക്രമ വകുപ്പ് പ്രകാരമുള്ള ചില കാര്യങ്ങൾ കൂടി ചേർത്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഗൗരവമുള്ള സംഭവം എന്ന് കണ്ട കേസിന്റെ അന്വേഷണ ചുമതല ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് നൽകിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ആറ്റിങ്ങൽ ഡിവൈഎസ്പി വിളിച്ചതിനോടകം തന്നെ വരുത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് അങ്ങനെ ഒരു നീക്കം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ IT ആക്ട് അടക്കം ഉൾപ്പെടുത്തി, പ്രത്യേകിച്ച് സ്കൂളിലെ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വ്യാജ വാർത്തയടക്കം ഈ അധ്യാപിക പ്രചരിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഉടൻ പോലീസ് നീക്കം നടത്തും. അതിനോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും ഇന്ന് ആരംഭിച്ചു. റിപ്പോർട്ട് അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ.